സുഹൃത്തുക്കളെ, കിഡ്നി രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ഈ സമയത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. പല വിഷമരുന്നുകളുടെയും അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടും നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ടും കിഡ്നികൾക്ക് പല പ്രശ്നവും ഉണ്ടാകാറുണ്ട്. ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോ, യുനാനി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉണ്ട്. ഇവിടെ കിഡ്നിയെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത് എന്ന നയമാണ് ഈ സമ്പ്രദായങ്ങൾക്ക് എല്ലാറ്റിനും ഉള്ളത്. ഇതിൽ പറഞ്ഞ മരുന്നുകൾ എപ്പോഴും പ്രയോഗിക്കുന്നതിന് മുമ്പ് ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഉപയോഗിക്കാൻ. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ്. പ്രകൃതി ചികിത്സയിലൂടെ മാത്രം കിഡ്നി രോഗങ്ങൾ മാറിയവർ അനവധിയാണ്. ഒരു വ്യക്തിക്ക് 12.9 ആയിരുന്നു ക്രിയാറ്റിനിൻ. ഇദ്ദേഹം ചെയ്തത് പ്രകൃതി ചികിത്സ മാത്രമാണ്. അതുമൂലം അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ ലെവൽ 1.9 താഴ്ന്നു. ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് പ്രകൃതി ചികിത്സ എന്നുള്ളത്. കിഡ്നി രോഗങ്ങൾക്ക് മാത്രമല്ല, പ്രമേഹത്തിനും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറിനും ക്യാൻസറിനും എല്ലാ രോഗങ്ങൾക്കും പ്രകൃതി ചികിത്സ അതീവ ഫലപ്രദമാണ്. വളരെ തുച്ഛമായിട്ടുള്ള ചെലവേ ഈ ചികിത്സയ്ക്ക് ഉണ്ടാകുകയുള്ളൂ. കിഡ്നി മാറ്റിവെക്കണം അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള അനവധി രോഗികൾ പ്രകൃതി ചികിത്സയിലൂടെ പരിപൂർണമായിട്ടും സുഖപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ ഏറെയുണ്ട്. ഒറ്റമൂലികൾക്ക് അപകടമുണ്ടോ എന്ന് പറയുന്നവർ ആദ്യം കഴിക്കുന്ന മരുന്നുകൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കുക. എന്നാൽ ആയുർവേദത്തിലെ അല്ലെങ്കിൽ പച്ചമരുന്നുകളുടെ സൈഡ് എഫക്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ജിഞ്ചർ തെറാപ്പി എന്ന ഒരു ചികിത്സയുണ്ട്. 100 ഗ്രാം ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ഒരു തോർത്ത് മുക്കി അത് കിഡ്നിയുടെ ഭാഗത്ത് വയ്ക്കുക. അരമണിക്കൂർ രാവിലെയും വൈകിട്ടും ഇത് ചെയ്യണം. അതിനുശേഷം അവിടെ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ പുരട്ടണം. യൂട്യൂബിൽ ഇതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒരു വ്യക്തി വീഡിയോ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. തഴുതാമ അല്ലെങ്കിൽ പുനർനവിയുടെ ഇലയും വേരും കഷായം വെച്ച് ദിവസവും 3 നേരം കുടിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 ദിവസം കൊണ്ട് ഡയാലിസിസ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തും. തീർച്ചയായിട്ടും ഇതൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് വാഴപ്പിണ്ടിയുടെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും 2 നേരം ചുരക്കയുടെ ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കയ്പുള്ള ചുരക്ക ആയിരിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാറിൻ്റെ പഞ്ചറായിട്ടുള്ള ടയർ മാറ്റിവെക്കുന്നത് പോലെയാണ് കിഡ്നി മാറ്റിവെക്കൽ എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ ഒരു പുതിയ അംഗത്തെ നമ്മുടെ ശരീരം ഒരിക്കലും സ്വീകരിക്കില്ല. അതിൻ്റെ പ്രതിരോധത്തെ അടിച്ചമർത്താൻ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ള കാര്യം അധികം ആർക്കും അറിയില്ല. മാറ്റിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നീടും ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യവും അധികം പേർക്കും അറിയില്ല. ധാരാളവും പണവും പദവിയുമുള്ള ആൾക്കാർ പോലും കിഡ്നി മാറ്റിവെച്ചതിന് ശേഷം മരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പീച്ചിങ്ങയുടെ ജ്യൂസ് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കൈതച്ചക്ക തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുക. സസ്യാഹാരം മാത്രമേ ഈ രോഗി കഴിക്കാവൂ. മല്ലിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ കുറയുന്നതാണ്. ചുരുക്കയും നെല്ലിക്കയും മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് ദിവസവും കഴിക്കുക. ചെറുള അല്ലെങ്കിൽ ബലിപ്പൂവ് എന്ന് പറയുന്ന ചെടി കഷായം വെച്ച് കഴിക്കുക. ഏറ്റവും നല്ല മരുന്ന് ചെറുള തന്നെയാണ്. ദിവസവും രാവിലെ 1 ഗ്ലാസ് കുമ്പളങ്ങ നീര് ഇഞ്ചി ചേർത്ത് 1 മാസം കുടിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഏറ്റവും വലിയ വൈദ്യൻ പ്രകൃതി തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് നമ്മുടെ സർവ്വരോഗവും മാറ്റാനുള്ള കഴിവുണ്ട്. നമ്മൾ അതിന് മതിയായിട്ടുള്ള സാഹചര്യം ഒരുക്കുക മാത്രം ചെയ്താൽ മതി. തെറ്റായിട്ടുള്ള ഭക്ഷണവും ആഹാര രീതികളും മരുന്നുകളും കൊണ്ടാണ് കിഡ്നി തകരാറാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആഹാരം, ജീവിതശൈലി തുടങ്ങിയവ പരിപൂർണമായിട്ടും മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള രോഗങ്ങളും നമ്മൾക്ക് പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. കിഡ്നി രോഗങ്ങൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ ചികിത്സ പ്രകൃതി ചികിത്സ തന്നെയാണ് എന്ന് അറിയുക.